സ്നേഹിതന്മാരെ, നമ്മുടെ NH-66 ഓട്ടോ ബൈക്കൊക്കെ നിരോധിക്കാൻ പോകുക എന്നുള്ളൊരു ന്യൂസൊക്കെ കേട്ടു. നിങ്ങൾ കേട്ടോ? ഏതായാലും നമ്മുടെ KMCൻ്റെ കോഴിക്കോട് റീച്ചിൽ ഓട്ടോ ബൈക്കുകളൊക്കെ നിരോധിക്കാൻ പോകുക എന്നൊക്കെ പറഞ്ഞു കേട്ടു. ഏതായാലും അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാട്ടോ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് എൻ്റെ അഭിപ്രായം മാത്രമാണ്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. അതുപോലെ നമ്മുടെ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് കണ്ടടിച്ചാളി, അതുപോലെ സബ് ചെയ്യാത്തവരെ കണ്ട് ചെയ്താളി കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ഓട്ടോ ബൈക്ക് നിരോധിച്ചാലുള്ള കുഴപ്പങ്ങളും അതുപോലെ നിരോധിച്ചില്ലെങ്കിലുള്ള കുഴപ്പങ്ങളും എന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ ഓട്ടോ ബൈക്ക് നിരോധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സർവീസ് റോഡ് കൂടുതൽ ട്രാഫിക് ജാമിലേക്ക് പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. ആറുവരിപ്പാത ഏകദേശം ഒരു ഫ്രീയിലാണ് അങ്ങനെ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ ബൈക്കും ഓട്ടോയൊക്കെ ഈ സർവീസ് റോഡിലേക്ക് കൊണ്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ വീണ്ടും ട്രാഫിക് ജാം കൂടാൻ സാധ്യതയുണ്ട്. പിന്നെ അതുകൂടാതെ നമ്മുടെ സർവീസ് റോഡ് വളരെ വീതി കുറവുള്ള ഏരിയകൾ ഒരുപാടുണ്ട് കേട്ടോ. ഏറ്റവും ചുരുങ്ങിയത് 8 മീറ്ററാണ് നമ്മുടെ സർവീസ് റോഡിൻ്റെ വീതി പറഞ്ഞത്. പക്ഷേ 6 മീറ്റർ 7 മീറ്റർ ചില റെയറായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ള 6.5 മീറ്റർ 5 മീറ്ററൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വലിയൊരു വാഹനം മുന്നിൽ കുടുങ്ങിയാൽ അതിൻ്റെ പിന്നാലെ ഒരു ജാഥ പോകുന്നത് പോലെ അങ്ങനെ പോകാനേ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ ഡ്രെയിനേജുകളുടെ സ്ലാബിൻ്റെ മുകളിലൂടെ കയറിയിട്ട് വേണം വാഹനങ്ങൾ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് സൈഡാക്കിയിട്ട് വേണം പോകാൻ. വലിയ ലോഡുള്ള വാഹനങ്ങളൊക്കെ ഡ്രെയിനേജിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഒറ്റ സ്ലാബ് നീങ്ങുന്ന കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അപകടമുള്ള ഒരു ഏരിയകളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഇതിന് മുമ്പ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇത് നിരോധിച്ചില്ലെങ്കിൽ ആറുവരിപ്പാതയിലൂടെ സ്പീഡിൽ പോകുന്ന വാഹനങ്ങളാണ് 100 നമ്മുടെ കാറുകളൊക്കെ ഉള്ള സ്പീഡ്. അവർ ഇപ്പോൾ പോകുന്നത് ചില വാഹനങ്ങളൊക്കെ 120 130 അങ്ങനെ പോകുന്ന ആളുകളൊക്കെ ഉണ്ട്. ഏതായാലും 100 സ്പീഡ്. അതിൻ്റെ ഇടയിൽ ഓട്ടോ പോലുള്ള വാഹനങ്ങൾ 40 50 പോകുമ്പോൾ അപകട സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഈ സർവീസ് റോഡിലാണ് ഇപ്പോൾ തിരക്ക് കൂടുതലുള്ളത്. ആറുവരിപ്പാതയിലേക്കുള്ള വാഹനങ്ങൾ അതിന് മാത്രം ഇങ്ങോട്ട് ഏറിയിട്ടില്ല. അത് ഇനി എന്തായാലും 2-3 വർഷം കൊണ്ട് ഏകദേശം ആയിക്കോളും. അത്രയ്ക്കും വാഹനപ്പെരുപ്പമുള്ള നമ്മുടെ കേരളത്തിൽ. അപ്പോൾ ഈ തിരക്ക് കുറഞ്ഞ ആറുവരിപ്പാതയിലൂടെ പോകുന്ന വാഹനങ്ങൾ ബൈക്കും ഓട്ടോയും താൽക്കാലികമായിട്ട് അവിടെ തന്നെ നിന്നോട്ടെ എന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബൈക്കും ഓട്ടോയും എല്ലാം കൂടി നമ്മുടെ സർവീസ് റോഡിലൂടെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നഗര ഏരിയകളിലുള്ള സർവീസ് റോഡൊക്കെ ബ്ലോക്ക് ആവാൻ വളരെ സാധ്യത കൂടുതലാട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി നഗരപ്രദേശങ്ങൾ ഒരു 10 കിലോമീറ്റർ ദൂരത്തിൽ ഓട്ടോ ബൈക്ക് അലൗഡ് ആക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ ഇതുപോലുള്ള ടോള് അതുപോലെ പേർക്ക് കുറുകെയുള്ള പാലം അങ്ങനെയുള്ള ഏരിയകളിലൊക്കെ ആറുവരിപ്പാതയിലൂടെ കയറിയിട്ട് വേണം സർവീസ് റോഡിലേക്ക് ഇറങ്ങാൻ. അതിൻ്റെ ഇടയിൽ സർവീസ് റോഡൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അപകടങ്ങൾ സംഭവിക്കൂലേ എന്നാണ് എൻ്റെ ചോദ്യം. അപ്പോൾ അവിടെയുള്ള സ്ഥലങ്ങളിൽ സ്പീഡ് കുറച്ച് പോകാമെന്നുള്ള ഒരു തീരുമാനം ഉണ്ടാകും. പക്ഷേ അതുപോലെ തന്നെ ബാക്കിയുള്ള ഒരു കൂടുതൽ തിരക്കുള്ള നഗര ഏരിയകളിലൊക്കെ കുറച്ച് കിലോമീറ്റർ ഓട്ടോ ബൈക്ക് നിരോധിക്കാതെ വെച്ചിരുന്നാൽ സർവീസ് റോഡ് കൂടുതൽ ബ്ലോക്ക് ആവാതെ നാട്ടിലുള്ള ജനങ്ങൾക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാനും പറ്റും. അങ്ങനെയുള്ള ഏരിയകളിൽ കാറുകളുടെ സ്പീഡൊക്കെ ലിമിറ്റ് കുറച്ചാൽ സംഭവം കുഴപ്പമില്ലാതെ അങ്ങനെ അങ്ങോട്ട് പോകും അല്ലേ. പിന്നെ അവിടെ നിന്നുള്ള മറുചോദ്യം ഉണ്ടാകും, നമ്മൾ ടോള് കൊടുത്തൊക്കെ പോകുന്ന ആളുകളാണ്, നമുക്ക് സുഖമായിട്ട് യാത്ര ചെയ്യണം, പൊയ്ക്കോളൂ, ധൈര്യമായിട്ട് യാത്ര ചെയ്തോളൂ. ഞാൻ പറയുന്നത് എൻ്റെ ഒരു ചെറിയൊരു അഭിപ്രായം മാത്രമാണ് കേട്ടോ. ഇതൊരു എക്സ്പ്രസ് ഹൈവേ ആണ്. എക്സ്പ്രസ് ഹൈവേ എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ഇത് വെച്ച് നോക്കുമ്പോൾ ഇതിനൊരു എക്സ്പ്രസ് ഹൈവേ എന്ന് കറക്റ്റ് കണക്കൂട്ടാൻ പറ്റത്തില്ല. അത്രയ്ക്കും എൻട്രിയും എക്സിറ്റുമാണ് ഈ ഒരു ഹൈവേയിലുള്ളത്. സാധാരണഗതിയിൽ ഒരു എക്സ്പ്രസ് ഹൈവേ നിർമ്മിക്കുകയാണെങ്കിൽ അതൊരു പുതിയൊരു സ്ഥലത്തു കൂടിയാണ് അധിക സ്ഥലത്തും എക്സ്പ്രസ് ഹൈവേ നിർമ്മിക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല, നമ്മുടെ പഴയ ഹൈവേയിലൂടെ തന്നെയാണ് കൂടുതൽ ഭാഗവും ഈ ആറുവരിപ്പാത പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ജനങ്ങൾ ആശ്രയിച്ചിരുന്ന റോഡുകളൊക്കെ ഇപ്പോൾ അങ്ങോട്ട് കയറാൻ പറ്റാത്ത അവസ്ഥയിൽ ഒരുപാട് ആളുകൾ പല കോലത്തിൽ ബുദ്ധിമുട്ടുന്നുണ്ട് കേട്ടോ. സർവീസ് റോഡ് അതുപോലെ അണ്ടർപാസ് ഇല്ലാത്ത പ്രശ്നങ്ങൾ, അണ്ടർപാസിലൂടെ കൂടുതൽ സഞ്ചരിച്ച് പോകേണ്ട പ്രശ്നങ്ങൾ, പിന്നെ കാൽനട യാത്രക്കാർക്ക് വേറെ പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ NH-66 നിർമ്മാണത്തിലിരിക്കുന്ന സമയത്ത് തന്നെ ഈ ഓട്ടോ ബൈക്ക് ഇതിൽ അലൗഡ് അല്ല എന്നുള്ളത് ആദ്യമേ അറിയാട്ടോ. അപ്പോൾ ഞാനൊക്കെ ഇതിൻ്റെ ഒരു അഭിപ്രായം മാത്രം പറഞ്ഞതാണ്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ.
അതായത് നമ്മുടെ ഓട്ടോ ബൈക്ക് നിരോധിച്ചാലുള്ള കുഴപ്പങ്ങളും അതുപോലെ നിരോധിച്ചില്ലെങ്കിലുള്ള കുഴപ്പങ്ങളൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പം റോഡ് നിയമങ്ങളൊക്കെ അതിൻ്റെ മുറ പോലെ നടക്കട്ടെ. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ് ചെയ്യാത്തുള്ളവർ സബ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ ബൈ.